ഇപ്പോൾ സുനിതയുടെ ഭർത്താവ് സിൻഡോ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സിൻഡോ, എന്താണ് നിലവിൽ സുനിതയുടെ ആരോഗ്യാവസ്ഥ എന്ന് ആദ്യം പറയൂ. ഡോക്ടർമാർ പറയുന്നത് പ്രതീക്ഷയ്ക്ക് തീരെ മാർഗമില്ല എന്നാണ് പറയുന്നത്. തലയിൽ 3-4 സ്ഥലത്ത് ബ്ലീഡിങ് ആയിട്ടുണ്ട്. തലയുടെ ഉള്ളിൽ മുഴുവൻ നീർക്കെട്ടാണ്. പ്രതീക്ഷയ്ക്ക് തീരെ സാധ്യതകളില്ല എന്നാണ് അവർ പറയുന്നത്. മരുന്നുകളൊന്നായിട്ടൊന്നും സുനിത റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് അങ്ങയുടെ സങ്കടം മനസ്സിലാക്കുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, എന്താണ് ഇവർക്ക് അല്ലെങ്കിൽ സുനിതയ്ക്ക് എന്താണ് ഇയാളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം? ഇയാളുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സുനിതയ്ക്ക് നിലവിലില്ല. ഇവിടെ അയാളിപ്പോ ബാംഗ്ലൂരുള്ള സുല്ലിബെല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാളുടെ 16 നായ്ക്കളെ നോക്കാൻ ജോലിക്ക് മാസം 40,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സുനിതനെ അവിടെ വിളിച്ചു വരുത്തിയത്. എത്ര നാളായി സുനിത ഇവിടെ ജോലി ചെയ്യുന്നു? ഇല്ല, കുറച്ച് ദിവസമായിട്ടുള്ളൂ. 10-12 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പോയിട്ട്. അവിടെ മറ്റു ജീവനക്കാരില്ലേ? വേറെ ജീവനക്കാരില്ല. അവിടേക്ക് ഒരാളും കൂടി വേണമെന്ന് അയാളുടെ ആവശ്യപ്രകാരം കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് സുനിത ചിന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനും കൊണ്ടിട്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് അയാളുടെ സ്വഭാവം അവര് തെറിയും അടിക്കാൻ ചെല്ലലും ഒക്കെ കാരണം അവര് അവിടുന്ന് പോരണമെന്ന് പറയുന്നുണ്ടായിരുന്നത്. വാക്ക് തർക്കത്തിലാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതൊക്കെ. അതായത് 10-15 ദിവസമായി ഇവരിവിടെ ജോലിക്കുണ്ട് ഈ സുനിത. ഈ 10-15 ദിവസത്തിനിടയിൽ ഒരുപാട് തവണ സമാനമായി അസഭ്യം പറയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് ഇതിന്റെ മുമ്പ് ഫോൺ വിളിച്ചപ്പോഴോ നാട്ടിലെത്തിയപ്പോഴൊക്കെ സുനിത പറഞ്ഞിരുന്നോ? ആദ്യ തവണ പോയപ്പോഴൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2ാം തവണ പോയപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ അവിടുന്ന് തിരിച്ചു വരാൻ തീരുമാനിച്ചത്. ഇയാൾ എത്ര നാളായി ഈ ഷെൽട്ടർ ഹോം നടത്തുന്നതായി അറിയാം? അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഈ ഷിൻഡോയ്ക്ക് നിങ്ങൾ ഈ ബംഗളൂരു അധികാര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോ നിലവിൽ? ഇല്ല, അന്ന് സുനിതയുടെ കൂടെ ഉണ്ടായിരുന്നത് സുനിതയുടെ അനിയത്തിയുടെ മോളും ഈ ചിന്നു എന്ന് പറയുന്ന വേറെ പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാണ്ടും സുനിതയുടെ അവസ്ഥ മോശമായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോയ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ സുനിതേനെ മടക്കാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് വെന്റിലേറ്റർ ആംബുലൻസിൽ തൃശ്ശൂര് ജൂബിലി മിഷനിൽ എത്തിച്ചത്. ഈ സംഭവം നടന്നപ്പോൾ എത്ര ദിവസമായി? 3-ാം തീയതി രാത്രിയാണ് ഇത് നടന്നത്. ഏപ്രിൽ 3-ാം തീയതി അല്ല, ഏപ്രിൽ 3-ാം തീയതി കഴിഞ്ഞ മാസം അല്ല, ഈ മാസം. ഓക്കെ. ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി? അതായത് ബംഗളൂരിലാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. ഷിൻഡോ ഈ ഇടയിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇയാൾക്കെതിരെയുള്ള പരാതി ബംഗളൂരു സ്റ്റേഷനിൽ പോയി കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്നിട്ട് ഇന്നലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വന്ന് മൊഴിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് കേസ് കൈമാറുന്നാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചത്. അതെ, സുനിതയെ മർദ്ദിച്ചത് ഈ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണോ? അതെ. അതെ, അതിക്രൂരമായ മർദ്ദനമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സുനിതയുടെ ആരോഗ്യസ്ഥിതി ഭേദമാകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. എന്തായാലും അങ്ങനെ തന്നെ ആകട്ടെ. വളരെയധികം നന്ദി ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. സുനിതയുടെ ഭർത്താവ് സിൻഡോ ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ നായ്ക്കളെ നോക്കാൻ വേണ്ടിയാണ് സുനിത അങ്ങോട്ടേക്ക് പോയത്. ഒരാളെ കൂടെ വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഒരാളെ കൂടി കൂട്ടാനായി വന്നു നാട്ടിൽ. അതിനുശേഷം അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നതിന് ശേഷം ഇയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ടു. അതോടൊപ്പം ഇയാളുടെ മദ്യപാനം, ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയപ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.